വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് 10 ഓൾഡ് SCERTയിലെ ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക്. ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ ചാപ്റ്ററിൻ്റെ തന്നെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണാത്തവർ ആ ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഈ ഒരു ഭാഗം വരെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും. ഈ ഭാഗത്ത് ഏറ്റവും ആദ്യം തന്നിരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു കോട്ടാണ്. അതായത് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്, കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? അദ്ദേഹം മലബാറിൽ കേരളത്തിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു കോട്ട് അദ്ദേഹം പറയുന്നത്. 1897 മദ്രാശിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വചനം നടത്തുന്നത്. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുൻപ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങളാണ്. ഇവിടെ മലബാർ എന്നത് കേരളത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. 1897 മദ്രാശിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു കോട്ട് നടത്തിയത്. ഓക്കെ, 19ാം നൂറ്റാണ്ടിൻ്റെ കേരളത്തിലെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഈ ഒരു പരാമർശം. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം അക്കാലത്ത് കേരളത്തിൽ ശക്തമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി തീരുമാനിച്ചത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. ഓരോ ജാതിയിലും ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരവും പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കവും മൂലം ജാതി വ്യവസ്ഥിതിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും യുക്തിരാഹിത്യം കേരളീയർക്ക് ബോധ്യമായി. സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ അവരുടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് നോക്കുന്നത്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ഓക്കെ, പിന്നെ ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ മഹത് വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? SNDP ആണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. നാലിലൊന്നും കൂടി നോക്കാം. വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾക്കാണെങ്കിൽ നമുക്കങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു പ്രസ്ഥാനമല്ല, അദ്ദേഹം കുറേ പ്രവർത്തനങ്ങളാണ് ചെയ്തത്. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെയൊക്കെ പോരാടി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ SNDP. പിന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണെങ്കിലോ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചു. ഇനി അയ്യങ്കാളിയുടെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഈ സാധുജന പരിപാലന സംഘവും ഈ ഒരു തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന് വേണ്ട ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം. എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ പറയാനായിട്ട് പറ്റില്ല. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ NSS. VT ഭട്ടതിരിപ്പാടിൻ്റെ യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നു, പ്രത്യക്ഷ രക്ഷാദൈവ സഭയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം. അപ്പോൾ ഈ ഒരു ഭാഗം ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയപ്പോൾ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കുകയാണ് ചെയ്തത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണെങ്കിലോ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ്റെ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, മന്നത്ത് പത്മനാഭൻ NSS നായർ സർവീസ് സൊസൈറ്റി,
വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇത് കൂടാതെ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഡോക്ടർ പൽപ്പുവിൻ്റെ എന്താണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ, അതുപോലെ ആനന്ദ തീർത്ഥൻ്റെ ജാതിനാശിനി സഭ, പിന്നെ ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘം, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ മഹാസഭ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ എക്സ്ട്രാ പോയിന്റ്സ് ഈ ഭാഗത്തൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒന്നുകൂടി നമുക്ക് പറയാം എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആനന്ദ തീർത്ഥൻ്റെ ജാതിനാശിനി സഭ, ശുഭാനന്ദ ഗുരുദേവനാണെങ്കിൽ ആത്മബോധോദയ സംഘം, ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ, ഡോക്ടർ പൽപ്പുവിൻ്റെ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, എക്സ്ട്രാ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ഭാഗത്തോട്ട് വരാം. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ദൈവദശകവും ആത്മോപദേശ ശതകവും, ഈ രണ്ട് കൃതികളും ആരുടെയാ? ശ്രീനാരായണ ഗുരുവിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതിലെ കുറച്ച് ലൈൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരു 100 വർഷം മുമ്പ് രചിച്ച പ്രാർത്ഥനാ ഗീതമായിട്ടുള്ള ദൈവദശകത്തിൽ നിന്നുള്ള വരികളാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ ആത്മോപദേശ ശതകത്തിലെ 24ാമത്തെ ശ്ലോകം നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അത് ഏതിലെയാണ്? ആത്മോപദേശ ശതകം 24ാമത്തെ ശ്ലോകമാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായിട്ടുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി. മാറുമറിക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതിനെ തുടർന്ന് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്തരം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. ഓക്കെ, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇനി 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി നേടിയെടുക്കുവാൻ ഇതിലൂടെ കഴിഞ്ഞു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. എന്താ രേഖപ്പെടുത്തിയത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഇത് PYQ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിൽ അവർക്ക് കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിച്ചു. പിന്നെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. ഈ ഒരു വർഷം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. 1888 ശിവപ്രതിഷ്ഠ, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയ ഈ ഒരു വചനം പ്രത്യേകം ഓർക്കണം. പിന്നെ വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഗുരു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക അദ്ദേഹത്തിൻ്റെ മഹത്വചനമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം 1924 അല്ലേ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. 1924 TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് K. കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. വർഷം 1931. AK ഗോപാലനായിരുന്നു ഈ ഒരു സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഈ സത്യാഗ്രഹത്തിൽ P. കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായി മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തുടർന്ന് മദുരാശി ക്ഷേത്രപ്രവേശന വിളംബര പ്രകാരം മലബാറിലും കൊച്ചി രാജാവിൻ്റെ വിളംബര പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു.
ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഈ ഒരു പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ എന്ത് നടന്നു? വൈക്കം സത്യാഗ്രഹം അല്ലേ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1924 വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി.കെ. മാധവനാണ്. നമ്മൾ വൈക്കം സത്യാഗ്രഹം പഠിച്ചപ്പോഴേ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് ശ്രീമൂലം തിരുനാളായിരുന്നു. എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോഴേക്കും പിന്നീട് ഭരണാധികാരിയായി വന്നത് റാണി സേതു ലക്ഷ്മിഭായി ആണ് അല്ലേ. അവരുമായിട്ടാണ് നമ്മുടെ ഗാന്ധിജി ചർച്ച ചെയ്തത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ സവർണ ജാഥ, കൂടാതെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സത്യാഗ്രഹം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. വർഷം ഏതാണ്? 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മാറിപ്പോകുന്ന കാര്യം എന്തായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് കെ കേളപ്പനാണ്. പ്രസിഡന്റ് ആണെങ്കിലോ മന്നത്ത് പത്മനാഭൻ. 2 പിയും തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി ആയിരുന്നത് കെ കേളപ്പനുമായിരുന്നു അല്ലേ. പിന്നെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആയിരുന്നു, എ കെ ഗോപാലൻ. പിന്നെ ക്രൂരമർദ്ദനത്തിന് ഇരയായതാരായിരുന്നു? പി കൃഷ്ണപിള്ളയാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12-നാണ്. പിന്നെ മലബാറിൽ ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കാനിടയായിട്ടുള്ള വിളംബരമാണ് ഇത്? മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരം. മലബാറിൽ മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരം. അതുപോലെ തന്നെ കൊച്ചിയിലാണെങ്കിലോ കൊച്ചി രാജാവിന്റെ വിളംബരം. ഓക്കെ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന ഡേറ്റ് 1936 നവംബർ 12-ആണ്. മലബാറിലാണെങ്കിലോ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ ഡേറ്റ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഡേറ്റ് ആണ്. മലബാറിൽ നമുക്ക് നോക്കാം. മലബാറിലാണെങ്കിൽ എന്നാ 1947 ജൂൺ 2-ാം തീയതിയാണ്, ജൂൺ 2. പിന്നെ കൊച്ചിയിലാണെങ്കിലോ കൊച്ചിയിൽ 1947 ഡിസംബർ മാസം 20-ാം തീയതിയാണ് കേട്ടോ. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് 1947 ഡിസംബർ 20-ാം തീയതിയും മലബാറിലാണെങ്കിൽ 1947 ജൂൺ 2-ാം തീയതിയുമാണ്. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. അറിയാലോ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നതെന്ന്. ഓക്കെ, നോക്കാം. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല. അപ്പോൾ എന്താണ് ദേശീയ പ്രസ്ഥാനം? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനം എന്നാൽ എന്താണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെയാണ് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള സംഘടിത പ്രക്ഷോഭങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല. മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെ പരോക്ഷമായിട്ടാണ് ഭരണം നടത്തിയിരുന്നത്. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും അത്ര ശക്തമായിരുന്നില്ല. അപ്പോൾ ഈ രാഷ്ട്രീയ സമരങ്ങൾ ഏറെക്കുറെ നടന്നതും മലബാർ മേഖലയിൽ തന്നെയാണ്. കാരണം എന്താണ്? അവിടെയാണ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്നത്. കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെയുള്ള പരോക്ഷ ഭരണമായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ മലബാറാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. തിരുവിതാംകൂറിലും കൊച്ചിയിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, സംഘടിതമായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എങ്കിലും മലബാറിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കൊച്ചിയിലും തിരുവിതാംകൂറിലും നടന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ മലബാറിൻ്റെ കേസിലേക്ക് വരാം. 1-ാം ലോകയുദ്ധ കാലത്താണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 916 സമ്മേളനമാണ് പ്രഥമ സമ്മേളനം അല്ലേ. 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് നടന്നു. കെ പി കേശവമേനോൻ, കെ പി രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, എം പി നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ
രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മൂന്ന് ഇപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത കാര്യമുണ്ടല്ലോ, ഇത് PYQ ആണ് കേട്ടോ. അതായത് അവസാന സമ്മേളനത്തിൽ 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ പെടാത്തത് ഏത് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഈ 3 കൂടാതെ മറ്റൊരെണ്ണം. അപ്പോൾ ആൻസർ നോക്കി വയ്ക്കുക. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങളാണ് 1920 മഞ്ചേരിയിൽ നടന്ന കസ്തൂരി അയ്യങ്കാർ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷനായിരുന്നത്. അപ്പോൾ അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ഈ ഒരു മഞ്ചേരി സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളിൽ ചർച്ച ചെയ്തത് ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങളായിരുന്നു. പറഞ്ഞത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ഫസ്റ്റ് സമ്മേളനം 916 സമ്മേളനമാണ്. 1916 ആദ്യത്തെ സമ്മേളനം നടന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ എത്ര സമ്മേളനങ്ങൾ ടോട്ടലായിട്ട് നടന്നിട്ടുണ്ട്? 5 സമ്മേളനങ്ങളാണ് കേട്ടോ ടോട്ടലായിട്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ വർഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തെ സമ്മേളനം നമ്മൾ പറഞ്ഞു 1916, 1917, 1918, 1919, ഏറ്റവും അവസാന സമ്മേളനം 1920. ഇങ്ങനെയാണ് 5 വർഷങ്ങളിലായിട്ട് ഈ സമ്മേളനങ്ങൾ നടന്നത്, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം. അപ്പോൾ അതിൽ ആദ്യത്തെ സമ്മേളനം നടന്നത് പാലക്കാടാണ്. പാലക്കാടാണ്. അപ്പോൾ അതിന് ആനി ബസന്റ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം. ഇനി 1917 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് കോഴിക്കോടാണ്. ഓക്കെ, കോഴിക്കോടാണ്. അതിൻ്റെ അധ്യക്ഷനായിരുന്നത് CP രാമസ്വാമി അയ്യരാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലേക്ക് എഴുതി വെച്ചേക്കുക കേട്ടോ. പിന്നെ 1918 തലശ്ശേരിയിൽ ആസാദ് അലി ഖാൻ ബഹദൂറാണ്. 1919 വടകര സമ്മേളനം, വടകരയിലാണ്. അത് KP രാമനായിരുന്നു കേട്ടോ. KP രാമനായിരുന്നു അതിൻ്റെ അധ്യക്ഷനായിരുന്നത്. പിന്നെ 1920 മഞ്ചേരി സമ്മേളനം, അതിൻ്റെ അധ്യക്ഷൻ കസ്തൂരിരംഗ അയ്യങ്കാറാണ്. ഓക്കെ, കസ്തൂരിരംഗ അയ്യങ്കാർ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് എഴുതി വെക്കുക. വർഷം പഠിക്കാൻ എളുപ്പമുണ്ട്. 1916 മുതൽ 20 വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർഷമാണ്. 16, 17, 18, 19, 20. ഓക്കെ, പിന്നെ വരുന്നതേ വർഷം കഴിഞ്ഞ് ഇനി സ്ഥലങ്ങൾ പാലക്കാട്, കോഴിക്കോട്, തലശ്ശേരി, വടകര, മഞ്ചേരി. അപ്പോൾ എന്ത് ചെയ്യുക? പാലാക്കോഴി, തലവട, മഞ്ചേരി എന്ന് പഠിക്കുക കേട്ടോ. പാലാക്കോഴി, തലവട, മഞ്ചേരി. പിന്നെ ഇതിൻ്റെ അധ്യക്ഷൻ നമ്മളൊരു കോഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം, ഈസി ആയിട്ട് കോഡ് ത്രൂ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കോഡ് ഇങ്ങനെയാണ്. ഓക്കെ, ആനി രാമ, ആസാദ് KP, കസ്തൂരി. ഓക്കെ, ആനി രാമ, ആസാദ് KP, അവസാനത്തെ ആളാരാ? കസ്തൂരി. അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ആ കോഡ് നിങ്ങൾ ക്ലാസ് കാണുക, അപ്പോൾ ആ കോഡ് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ ഈ ഒരു SCERT ടെക്സ്റ്റ് ബുക്കിൽ 5 സമ്മേളനങ്ങളും പറയുന്നില്ല. ആദ്യത്തെ 916 സമ്മേളനവും 1920 സമ്മേളനവും മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള വർഷങ്ങളും എവിടെ നടന്നുവെന്നും അതിൻ്റെ അധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു എന്നും കൂടി പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആയല്ലോ? ഇനി 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഗാന്ധിജി ടോട്ടൽ 5 തവണയാണ് കേരളം സന്ദർശിച്ചത്. വർഷം നമുക്കറിയാവുന്നത് 1920, 25, 27, 34, 37, അങ്ങനെ 5 വർഷമാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം 1920 വന്നു. രണ്ടാമത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഗാന്ധിജി വരുമ്പോൾ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഷൗക്കത്ത് അലി. അപ്പോൾ കോഴിക്കോട് എത്തിയിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണയേകി. കട്ലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും, ഇതും ചോദ്യമായിരുന്നു കേട്ടോ. കട്ലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെയാണ് പൊതുവെ മലബാർ കലാപം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഗാന്ധിജി 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇനി ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ കട്ലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറിയുമായി ചാർജ് എടുത്തു. അതേ തുടർന്ന് മലബാറിൽ പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് മലബാറിലെ കർഷകരായിട്ടുള്ള മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾ നയിച്ചത്. ഇതിനെയാണ് പൊതുവെ മലബാർ കലാപം എന്ന് പറയുന്നത്. മലബാർ കലാപത്തിന്റെ വർഷം 1921. 1921 എന്ന പേരിലൊരു സിനിമയുണ്ട് അല്ലേ? അതാരായിരുന്നു അത് കൊണ്ടുവന്ന ഒരു സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു? IV ശശിയാണ് അല്ലേ? 1930കളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. 1930 നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ കോഴിക്കോടും ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. ഉപ്പു നിയമം ലംഘിച്ച സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു. വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം നിയമലംഘനത്തിന്റെ ഭാഗമായി നടന്ന കാര്യങ്ങളാണ്. ഇത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം നിയമലംഘനത്തിന്റെ ഭാഗമായി നടന്ന കാര്യങ്ങൾ ഏതൊക്കെ? 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിട്ട് മാറി. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയോടുള്ള പ്രതിഷേധം കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ കുറച്ച് പേര് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിട്ട് മാറി. പിന്നീട് 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്തായിട്ട് മാറുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നത്. ഇപ്പോൾ EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനുമെതിരെ സമരസജ്ജരാക്കി. കയ്യൂർ, മൊറാഴ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിൽ ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. എന്താണ്? ഫറൂഖ് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്യുകയും ഉണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. നമുക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? യുദ്ധം നോക്കാം. നിസ്സഹകരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപകാലത്ത് നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവാണ് ആര്? വടക്കേ വീട്ടിൽ മുഹമ്മദ്. നോക്കിയേ, പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഇദ്ദേഹത്തെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടുകൂടിയാണ് കലാപം ആരംഭിച്ചത്. 3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറെ പ്രയാസപ്പെട്ടു. യുദ്ധത്തിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ എന്താണ്? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം 3000-ഓളം കലാപകാരികൾ ഇവിടെ പങ്കെടുക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കലാപം വളരെ ശക്തമായതിനാൽ കലാപത്തെ അടിച്ചമർത്താൻ ആവശ്യമായിട്ടുള്ള സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ട ജില്ലാ കലക്ടറായിരുന്നു തോമസ്. അതുപോലെ ഈ ഭാഗത്തൊരു പോയിന്റ് പറയാം. യുദ്ധക്കപ്പലിന്റെ സാന്നിധ്യം കലാപകാരികളെ ഭയപ്പെടുത്തും എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കോഴിക്കോട് തുറമുഖത്ത് എത്താൻ വേണ്ട സജ്ജീകരണം ചെയ്ത യുദ്ധക്കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിന്റെ പേരാണ് കോമസ് കേട്ടോ. അതൊന്ന് മാറിപ്പോവാതെ പഠിച്ചു വച്ചേക്കണം. ഈ കോമസ് എന്നത് ഒരു യുദ്ധക്കപ്പലായിരുന്നു. അതായത് 3000-ഓളം പേര് പങ്കെടുക്കുന്ന കലാപമാണ്, വലിയ കലാപമാണ്, ശക്തിയേറിയ കലാപമാണ്. അപ്പോൾ ഈ ഒരു കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സൈനിക സഹായം ആവശ്യപ്പെട്ട മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റ് ആണ് തോമസ് എന്ന് പറയുന്ന വ്യക്തി. ഇനി അപ്പോൾ അങ്ങനെ യുദ്ധക്കപ്പലൊക്കെ വന്നു. യുദ്ധക്കപ്പലിൻ്റെ സാന്നിധ്യം ഈ കലാപകാരികളെ ഭയപ്പെടുത്തും എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കോഴിക്കോട് തുറമുഖത്തേക്ക് ഒരു യുദ്ധക്കപ്പൽ വരുന്നത്. ആ യുദ്ധക്കപ്പലിൻ്റെ പേരാണ് കോമസ്. മനസ്സിലായോ? അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തൊരു ബോക്സിൽ എന്താ പറയുന്നത് നോക്കാം.
ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചാണ്. ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ സി ശങ്കരൻ നായർ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി. ചേറ്റൂർ ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. പാലക്കാടുകാരനാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരുന്നത്. 1897 അമരാവതി സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളി ആരാണ്? സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം INC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് അംഗത്വം രാജിവെച്ചു. ഇത് മറ്റൊരു ചോദ്യമാണ്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഗാന്ധിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി. ഇത് മറ്റൊരു ചോദ്യമാണ്. അതായത് ഈ ബോക്സിലെ എല്ലാ പോയിന്റ്സും ഓരോരോ ചോദ്യങ്ങളാണ്. ഓക്കെ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് അംഗത്വം രാജിവെക്കാൻ ഇടയായിട്ടുള്ള സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ. സി ശങ്കരൻ നായർ അംഗത്വം രാജിവെക്കാൻ ഇടയായിട്ടുള്ള സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിയും അരാജകത്വവും. ക്ലിയർ ആയിട്ട്? ചേറ്റൂർ ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ട് മറ്റു കുറച്ച് പോയിന്റ്സും കൂടി നമുക്ക് നോക്കാം. കേരളത്തിന്റെ ചരിത്ര പുരുഷൻ എന്നറിയപ്പെടുന്നത് സി ശങ്കരൻ നായരാണ്. കേരളത്തിന്റെ ചരിത്ര പുരുഷൻ. അതുപോലെ തന്നെ 1904 ഇദ്ദേഹം കമാൻഡർ ഓഫ് ഇന്ത്യൻ എംപയർ പദവി വഹിച്ചിട്ടുണ്ട്. 1904 കമാൻഡർ ഓഫ് ഇന്ത്യൻ എംപയർ പദവി വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ചരിത്രത്തിലെ പ്രായം കുറഞ്ഞ നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. കൂടാതെ മദ്രാസ് ഹൈക്കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1907 ആ ഒരു സമയത്ത് മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ 1928 സൈമൺ കമ്മീഷനുമായി സഹകരിച്ച ഇന്ത്യൻ കമ്മിറ്റി അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സി ശങ്കരൻ നായരാണ്. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. 1928 സൈമൺ കമ്മീഷനുമായി സഹകരിച്ച ഇന്ത്യൻ കമ്മിറ്റി അധ്യക്ഷനാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1857 to 1934 കേട്ടോ. അതുകൂടി ആ വർഷം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 1900 നോക്കാം, നമുക്കിവിടെ എഴുതാം. 1857 ഇദ്ദേഹം ജനിക്കുന്നത്. 1934 വരെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? 1857 to 1934. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. മലബാർ കലാപത്തെക്കുറിച്ചുള്ള പടപ്പാട്ട്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ പോലീസ് മേധാവി ഹിച്ച്കോക്കിനെ കലാപകാരികൾ കൊലപ്പെടുത്തി. ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിച്ചു. ഗവൺമെന്റ് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിച്ചു. അപ്പോൾ ഈ ഒരു സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിൽ പങ്കെടുത്ത കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ ഒരു പടപ്പാട്ട്, അതാണ് ഈ മുകളിൽ തന്നിരിക്കുന്നത്. മനസ്സിലായോ? മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയായിരുന്നു ഹിച്ച്കോക്ക്. മലബാർ കലാപകാരികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഹിച്ച്കോക്കിനൊരു സ്മാരകം പണിതു. ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെക്കുറിച്ച് പടപ്പാട്ട് രചിക്കുകയും ചെയ്ത വ്യക്തിയാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ. ഓർത്തു വെച്ചേക്കണം ഈ ഒരു കാര്യം. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് തിരുവിതാംകൂറിലെ കാര്യങ്ങളാണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയിട്ടാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. 1896 ഡോക്ടർ പൽപു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയലും മഹാരാജാവിന് സമർപ്പിച്ചു. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ച പേരിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു.
NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദിത്തത്തിനായിട്ടുള്ള ഈ സമരം നടന്നത്. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടു. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപപ്പെട്ടതോടു കൂടിയിട്ട് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാനായിട്ട് തുടങ്ങി. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു. പുന്നപ്ര വയലാർ സമരത്തിന്റെ വർഷം 1946. ഇനി പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടി ഉള്ളതായിരുന്നു. 1938 കടയ്ക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. C കേശവന്റെ പ്രസംഗത്തിൽ നിന്നാണ് കേട്ടോ. C കേശവന്റെ പ്രസംഗത്തിൽ നിന്നുള്ള വരികളാണ്. ഓക്കെ, ഇനി K രാമകൃഷ്ണപിള്ള പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കാം നമുക്ക്. എൻ്റെ ദൈവം കല്ലും മരവുമല്ല, എൻ്റെ രാജാവ് അഴിമതിക്കാരനായ രാജസേവകന്മാരുമല്ല. എന്നെ നാട് കടത്തുന്ന രാജസേവകന്മാരുടെ പേരിൽ ഭക്തിയില്ലെന്ന കുറ്റത്തിനാണെങ്കിൽ ആ ശിക്ഷാ നിയമം ആ സേവകന്മാരുടെ മനോരാജ്യങ്ങളിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ള വകയായിരിക്കാം. തിരുവിതാംകൂർ രാജ്യത്തിലെ ശിക്ഷാ നിയമപ്രകാരമായിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ നാട് കടത്തൽ, കാരാഗ്രഹം മുതലായ ശിക്ഷകളെ ഭയപ്പെടേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എൻ്റെ രാജ്യത്തിലെ നിയമത്തെ ലംഘിക്കുന്നില്ല. ആ ശിക്ഷകളെ ഭയപ്പെടേണ്ടവർ കൊട്ടാരങ്ങളിൽ കൊലപാതകം ചെയ്തും സാധുജനങ്ങളുടെ ധനാപഹാരം ചെയ്തും യജമാനന്മാരെ ദ്രോഹിച്ചും ഈശ്വര സങ്കല്പത്തിന് വിരുദ്ധമായ മറ്റു കൃത്യങ്ങൾ പ്രവർത്തിച്ചും പാപക്കുണ്ടിൽ പതിച്ചിരിക്കുന്നവരാണ്. K രാമകൃഷ്ണപിള്ള പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെ നാട് കടത്തുന്നതുമായി സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമുക്ക് കൊച്ചിയിലെ കാര്യങ്ങൾ നോക്കാം. കൊച്ചിയിൽ ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം 1936. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് ഈ ഒരു സമരത്തോടു കൂടിയിട്ടാണ്. എന്നാൽ തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആനി മസ്ക്രീൻ നടത്തിയിട്ടുള്ള ഒരു കോട്ടാണിത് കേട്ടോ. ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ പോയിന്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് വായിച്ചു കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാമല്ലോ. ഇനി ദേശീയ പ്രസ്ഥാനങ്ങളും സ്ത്രീകളും എന്ന ഭാഗത്താണ് കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗം ശ്രദ്ധിച്ചല്ലോ. സ്ത്രീകളും കേരളമൊട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, അതുപോലെ ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. അത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനം നടന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ മഹിളാ സമ്മേളനവും നടന്നു. അതാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായിട്ട് അറിയപ്പെടുന്നത്. മലബാറിൽ AV കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കാമ ചെറിയാനും ആനി മസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. ഓക്കെ, അപ്പോൾ അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? അക്കാമ ചെറിയാൻ. ഓക്കെ, അതുപോലെ തന്നെ അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. പിന്നെ കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും അക്കാമ ചെറിയാനാണ്. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. 2 മാസം പ്രായമുള്ള കുട്ടിയുമായി അവർ ഈ ഒരു സമരത്തിലൊക്കെ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. AV കുട്ടിമാളു അമ്മ. ഓക്കെ, അതുപോലെ തിരുവിതാംകൂറിലാണെങ്കിൽ അക്കാമ ചെറിയാനും ആനി മസ്ക്രീനുമാണ്. ഇനി കൗമുദിയെ പറ്റി ഗാന്ധിജി. ആരാണ് കൗമുദി ടീച്ചർ? നോക്കാം. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഞാൻ വടകരയിൽ സംസാരിക്കുമ്പോൾ ആഭരണങ്ങൾ സംഭാവനയായി നൽകണമെന്ന് സ്ത്രീജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രസംഗം നിർത്തിയ ഉടനെ 16-കാരിയായ കൗമുദി എന്ന പെൺകുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു. അവൾ കയ്യിലെ വള അഴിച്ചു തന്നുകൊണ്ട് എന്നോട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടു. ഞാനത് നൽകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അവൾ മറ്റേ വളയും അഴിച്ചു തന്നു. ഞാൻ പറഞ്ഞു, നീ 2 വളകളും എനിക്ക് തരണമെന്നില്ല. സ്വർണ്ണ നെക്ലേസ് ഊരി തന്നുകൊണ്ടാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. അവൾ ആളുകളുടെ ആഹ്ലാദ ആരവങ്ങൾക്ക്
ആഘോഷങ്ങൾക്കിടെ തൻ്റെ കർണാഭരണങ്ങൾ കൂടി അഴിച്ചു തന്നു. ഈ ആഭരണങ്ങൾക്ക് പകരം ആഭരണങ്ങൾ വാങ്ങി അണിയേണ്ടതില്ലെന്ന് ഞാൻ കൗമുദിയെ ഓർമ്മിപ്പിച്ചു. നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണങ്ങളാണ്. ഇതാര് പറഞ്ഞതാ? ഗാന്ധിജി പറഞ്ഞതാണ് കേട്ടോ. കൗമുദിയെ പറ്റി ഗാന്ധിജി പറഞ്ഞതാണ്. അപ്പൊ ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് തൻ്റെ ആഭരണങ്ങൾ മുഴുവൻ ഗാന്ധിജിക്ക് നൽകിയ 16കാരിയാണ് കൗമുദി. ഓക്കെ, ഇനി ഐക്യ കേരളത്തിലേക്ക് ആ ഒരു ഭാഗത്തും കുറച്ച് പോയിന്റ്സ് പഠിക്കേണ്ടതുണ്ട്. നോക്കാം. ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു അല്ലേ? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 മേഖലകളിലായിട്ടായിരുന്നു നമ്മുടെ കേരളം അല്ലെങ്കിൽ മലയാളികൾ ഭിന്നിച്ചു കിടന്നിരുന്നത്. പിന്നീടാണ് 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം അല്ലെങ്കിൽ ഒന്നാം അഖില കേരള കോൺഗ്രസ് നടക്കുന്നത്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. KPCC നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം അല്ലെങ്കിൽ ആ ഒരു പ്രമേയം അവതരിപ്പിച്ചു. 1947 കേരളപ്പന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാടിന്റെ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചു. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം ഫോം ചെയ്തു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നിന്ന് വിട്ടുകൊടുത്ത പ്രദേശങ്ങളും കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് താലൂക്കുകളൊക്കെയാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിന്റെ ഭാഗങ്ങൾ. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ. ഇനി കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? അതാണ് കാസർഗോഡും ഹോസ്ദുർഗും. ഓക്കെ, കാസർഗോഡ്, ഹോസ്ദുർഗ്. ഐക്യ കേരള പ്രതിജ്ഞ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത്. ഓക്കെ, ഐക്യ കേരള പ്രതിജ്ഞയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് കേരള ഹിസ്റ്ററി എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ നമുക്ക് പറയാവുന്നത് ഈ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്കൊരു 3 മാർക്ക് ഷുവറായിട്ടും ഏതൊരു എക്സാമിനും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മളൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. കേരളം ആധുനികതയിലേക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് പഠിച്ചു അല്ലേ? പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, PDEF ഈ ഒരു ഓർഡറിലാണ് അവർ വന്നിട്ടുള്ളത്. പിന്നെ ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ എന്ന് പറയുമ്പോൾ മലബാറിൽ പഴശ്ശിരാജയും, തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയും, കൊച്ചിയിൽ പാലിയത്തച്ഛനും. സാമ്പത്തിക മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമായി മാറി അല്ലേ? ഓക്കെ, പിന്നെ ഭൂഖണ്ഡത്തിലെ മാറ്റങ്ങൾ, കൃഷിയുടെ വാണിജ്യവൽക്കരണം, വ്യവസായങ്ങളുടെ വളർച്ച, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് സാമ്പത്തിക മാറ്റങ്ങളിൽ വരുന്നത്. പിന്നീട് സാംസ്കാരിക സാമൂഹിക മാറ്റങ്ങൾ പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ജസ്യൂട്ട് മിഷണറിമാർ കൊണ്ടുവന്നിട്ടുള്ള കുറേ മാറ്റങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, നിയമപരമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ആരോഗ്യ കാര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പഠിച്ചു. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളിൽ
മാറ്റങ്ങൾക്ക് ഊന്നൽ കൊടുത്തവയാണ്. ഇനി ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? സംഘടിത സ്വഭാവത്തോടു കൂടി ആളുകൾ മുന്നേറ്റം നടത്തിയതാണ്. നിസ്സഹകരണ സമരം, നിയമലംഘന സമരം, ക്വിറ്റ് ഇന്ത്യ സമരം, ഐക്യ കേരളം, ഇത്രയും കാര്യങ്ങളാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, എടുത്തു വെച്ച് തുടരെ റിവിഷൻ ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററോട് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ക്ലാസ്സുകളൊക്കെ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ വീക്ക്ലി റിവിഷൻ പ്ലാൻ നൽകുന്നുണ്ട്. റിവിഷൻ പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടാനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. അതുവഴി ചാറ്റ് ഗ്രൂപ്പിലേക്ക് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എക്സാം ഗ്രൂപ്പും അവിടെ തന്നെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള എല്ലാ അവസരങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എക്സാമിനായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക്